മധുര നാരങ്ങയിൽ ഇനി ഓർമ്മയിൽ സൂക്ഷിക്കാൻ. ഇന്ന് നമുക്ക് ഓർമ്മയിൽ സൂക്ഷിക്കാനിൽ സുശീലാമ്മയുടെ കുറച്ച് പാട്ടുകളെ കുറിച്ച് സംസാരിച്ചാലോ? ഓർക്കുന്നുണ്ടോ? പൂന്തേനരുവി എന്ന് പറയുന്ന ഗാനം. അങ്ങനെ നീട്ടിപ്പാടിയ സുശീലാമ്മ മലയാളി മനസ്സിൽ ഒരേ സമയം കരകവീച്ചത് പാലരുവിയും തേൻപുഴയും ഒക്കെയായിരുന്നു. പൊന്മുടിപ്പുഴയുടെ അനുജത്തിയായ പൂന്തേനരുവിയോട് നമുക്കൊരേ പ്രായമല്ലേ എന്ന് ആവർത്തിച്ച് ചോദിച്ചപ്പോൾ ആ നാദത്തിൽ യൗവനത്തിന്റെ മോഹങ്ങളും പ്രതീക്ഷകളും ഒക്കെ ഏറെയായിരുന്നു. ദേവരാജൻ വയലാർ മാജിക്കിൽ പിറന്ന മറ്റൊരു സുന്ദര ഗാനം. അതില് സുശീലാമ്മയുടെ ശബ്ദം കൂടെ ആയപ്പോൾ എക്കാലത്തെ മികച്ച ഹിറ്റായി മാറി. ഇനി മറ്റൊരു പാട്ട്, അന്നു നിന്നെ കണ്ടതിൽ പിന്നെ. അന്നിനെ കണ്ടപ്പോഴാണ് അനുരാഗം എന്തെന്ന് ഞാൻ അറിഞ്ഞത്. കുറച്ചകലെ മാറി നിന്ന് ചുണ്ടുകൾ അനക്കുന്ന നായകന്റെ ചിത്രമാണ് പാട്ട് കേൾക്കുമ്പോൾ ഗാനാസ്വാദകരിൽ നിറയുന്നത്. ദുഃഖം നിറഞ്ഞ ഭാവത്തിൽ AM രാജ പാടിയപ്പോൾ കൂടെ പെൺസുരമായി മാറിയത് അന്ന് സുശീലാമ്മയായിരുന്നു. ആ പാട്ട് കേട്ട് അനുരാഗം അറിയാത്തവർ പോലും പ്രണയത്തിന് ഇത്രയധികം സൗന്ദര്യവും വിരഹത്തിന് ഇത്രയും നോവും ഉണ്ടോ എന്ന് പോലും ചിന്തിച്ചു പോയെങ്കിൽ അത് സുശീലാമ്മ എന്ന ഗായികയുടെ കഴിവ് തന്നെയാണ്. മാലിന്യ നദിയിൽ കണ്ണാടി നോക്കും മാനെ. കേൾവിക്കാരുടെ ചുണ്ടിലും വിരൽത്തുമ്പിലും ചെറുതായൊന്ന് താളം ജനിപ്പിച്ചതാണ് ഈ പാട്ട്. പ്രണയഭാവത്താൽ നായകനും നായികയും സ്വയം മറന്ന് സ്നേഹിച്ച സുന്ദര നിമിഷങ്ങൾ. അവരുടെ പ്രണയം ആരോടും പറയരുതെന്ന് വയലാറിലെ കവിഹൃദയം സ്നേഹാഭ്യർത്ഥന നടത്തിയത് നദിക്കരിൽ തുള്ളി നടക്കുന്ന മാൻപേടയോടായിരുന്നു. മനത്തേ മഴമുകിൽ മാലകളേ. ഓർമ്മയുണ്ടോ ഈ പാട്ട്? കേട്ടാലും പാടിയാലും മതി വരാത്ത ഗാനങ്ങളിലൊന്ന്. മലയാളി റിപ്പീറ്റ് ബട്ടൺ അമർത്തി മനസ്സ് കൊടുത്ത് കേട്ടിരുന്ന പാട്ട്. വരികളുടെ സൗന്ദര്യത്തെ അതുപോലെ തന്നെ സ്വരത്തിലേക്ക് പടർത്തി P. സുശീലാമ്മ പാടിയ പാട്ട്. കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ ശപിച്ചുകൊണ്ട് ഇത്രയും മനോഹരമായ ആ പാട്ട്. തൊഴുകയോടെ വേദിയിൽ മൈക്കിന് മുന്നിൽ നിന്ന് സിനിമയിലെ നായിക ചെറുതേങ്ങലോടെ പാടിയ പാട്ട് കേട്ടിരുന്നവരിൽ ഒരു നോവായി തന്നെ പടർന്നു കയറിയിട്ടുണ്ട്. അതുപോലെ ഞാൻ തൊട്ടുമുന്നേ പറഞ്ഞില്ലേ, അമ്മക്കിളിക്കൂട് എന്ന സിനിമയിലെ ഹൃദയഗീതമായി എന്ന ഗാനം. പുതിയ തലമുറ സുശീലാമ്മയുടെ ശബ്ദമാധുര്യത്തെ അടുത്തറിഞ്ഞ ഗാനമാണിത്. 2003 പുറത്തിറങ്ങിയ അമ്മക്കിളിക്കൂട് എന്ന സിനിമയിലെ പാട്ട്. ഒരുപാട് അമ്മമാരുടെ പ്രാർത്ഥനാ ഗീതമായാണ് സിനിമയിൽ ഈ ഗാനം ആവിഷ്കരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആകണം P. സുശീലയുടെ സ്വരത്തിൽ ഭക്തിയുടെ തെളിച്ചവും. കൈതപ്രത്തിന്റെ വരികൾക്ക് രവീന്ദ്രൻ മാഷാണ് സംഗീതം പകർന്നത്. എന്തായാലും എല്ലാ പാട്ടുകളെ കുറിച്ച് ഞാൻ പറയാൻ നിന്നാൽ ഒരു എപ്പിസോഡ് മതിയാകില്ല. സോ ഇന്നത്തെ മധുര നാരങ്ങയുടെ മനോഹരമായിട്ടുള്ള അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റു മനോഹരമായ ടോപ്പിക്കും ഏറെ മനോഹരമായ ഗാനങ്ങളും ഒക്കെയായി വീണ്ടും നമ്മൾ കേട്ടുമുട്ടും. അതുവരേക്കും എല്ലാവർക്കും ഒരുപാട് ഓർമ്മകൾ മാത്രം കൂടുന്നുണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം ഷൈനിങ് ഓഫ്. ഇറ്റ്സ് മീ RJ അരുൺ ഫ്രം റേഡിയോ ലൈവ് വിത്ത് ഫ്രഷ്നെസ് ഇൻ വേറെ ലെവൽ. കേൾക്കൂ റേഡിയോ ലൈവിൽ മധുര നാരങ്ങ തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ 7 മണി വരെ RJ അരുണിനൊപ്പം. റേഡിയോ ലൈവ് UK മലയാളികളുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ. ഇത് ഫ്രഷ്നെസ് ഇൻ വേറെ ലെവൽ.